നമസ്കാരം. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് തൊഴിൽ മേഖലകളിൽ വളരെയധികം ബുദ്ധിമുട്ടി പ്രവർത്തിക്കുന്ന പലർക്കും ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനും നിർത്തിവച്ച കർമ്മപദ്ധതികൾ പുനരാരംഭിക്കുവാനും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റത്തിന് യോഗമുണ്ട്. വേറെ ചിലർക്ക് ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിലവസരങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. രണ്ടാമത് ഉപരിപഠന പ്രവേശന പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ വിജയശതമാനം വർദ്ധിക്കുന്നത് വഴി ഉദ്ദേശിച്ച പോലെ തന്നെ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. എന്നാൽ സ്വല്പം ഫീസ് കുറച്ച് കൂടുതൽ കൊടുത്തും കൊണ്ട് ചേരേണ്ടതായ സാഹചര്യങ്ങൾ വന്ന് ചേരുവാനും എന്നിരുന്നാലും തൃപ്തിയായിട്ടുള്ള വിഷയത്തിൽ പഠനത്തിന് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാൻ ഇടയുണ്ട്. പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുവാൻ ഇടവരും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പുതിയ കാഴ്ചപ്പാടോടുകൂടിയും ആധുനിക പ്രചരണ രീതികൾ അവലംബിച്ചുകൊണ്ടും വിപുലമാക്കുവാനുള്ള അവസരം വന്നു ചേരും. സുതാര്യതയുള്ള സമീപനം ആശ്വാസത്തിന് വഴിയൊരുക്കുവാനിടവരും. അടിസ്ഥാനരഹിതമായുള്ള ആരോപണങ്ങളെ അതിജീവിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാതാപിതാക്കളുടെ നിർബന്ധത്താൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്നത് വഴി സൽകീർത്തിക്ക് യോഗം കാണുന്നു. ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ ജീവിത പങ്കാളി പറയുന്നതാണെങ്കിലും ഗുരുകാരണവന്മാരുടെ നിർദ്ദേശമാണെങ്കിലും എല്ലാം സ്വീകരിച്ചുകൊണ്ട് മിതത്വം പാലിച്ചുകൊണ്ടുള്ള പ്രവർത്തന ശൈലിയും കുടുംബജീവിതവും ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുവാനിടവരും. വിദ്യാർത്ഥികൾക്ക് വികസിത രാഷ്ട്രത്തിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അപേക്ഷകൾ നൽകുവാനും അനുമതിക്കും യോഗം കാണുന്നു. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ചിങ്ങമാസത്തിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാൻ സാധ്യതയുണ്ട്. ഭാവനകൾ യാഥാർത്ഥ്യമാകും. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കുവാനും സംരക്ഷിക്കുവാനും സാധ്യതയുണ്ട്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പക്ഷഭേദമില്ലാതെ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടുന്നത് വഴി ആശ്വാസത്തിനും അതിലുപരി നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ ഇടയുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അർപ്പണ മനോഭാവത്തോടു കൂടിയതായുള്ള ആശയങ്ങൾ സർവർക്കും സ്വീകാര്യമാകുവാനിടയുണ്ട്. വിപുലമായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് വിദഗ്ധരായിട്ടുള്ള ജോലിക്കാരെ നിയമിച്ചും കൊണ്ട് ഉദ്ധരിക്കുവാനുള്ള അവസരം വന്നു ചേരും. ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. അർഹമായിട്ടുള്ള സ്ഥാനക്കയറ്റം ലഭിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾക്കും പ്രയത്നശൈലിക്കും സർവാത്മന അംഗീകാരം ലഭിക്കും. സ്വല്പം ആത്മാഭിമാനമൊക്കെ തോന്നുമെങ്കിൽ പോലും അഹംഭാവം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വിനോദയാത്രയ്ക്ക് ബന്ധുമിത്രാദികളോടൊപ്പം പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രയ്ക്ക് അവസരം വന്നു ചേരും. അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം സാധിക്കുവാനിടയുണ്ട്. പ്രായോഗിക വശവും ആധുനിക സംവിധാനവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. ഔദ്യോഗികമായിട്ട് മുടങ്ങിക്കിടപ്പുള്ള പല പദ്ധതികളും ഉയർന്ന തസ്തിക ലഭിച്ചതിൻ്റെ വെളിച്ചത്തിൽ മുമ്പുണ്ടായിരുന്ന മേലധികാരികളൊന്നും ചെയ്യാത്ത പല കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നതിൻ്റെ വെളിച്ചത്തിൽ മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഗർഭം അലസുവാനിടയുള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. യാത്രകളും
അതേപോലെ തന്നെ ചെറിയ വാഹനങ്ങളിലുള്ള യാത്രകളൊക്കെ തന്നെ പരമാവധി ഒഴിവാക്കണം. സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ തീരുമാനിക്കും. സ്വാശ്രയ ജീവിതം ഒഴിവാക്കി മറ്റൊരാളുടെ കീഴിൽ ചെയ്യുന്ന പ്രവൃത്തികൾ ഒഴിവാക്കി സ്വാശ്രയമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും അതിൽ പ്രവർത്തിക്കാനും പ്രയത്നിക്കാനുമുള്ള അവസരം വന്നു ചേരും. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന അവിടെ ഉള്ള പലർക്കും ചിലർക്ക് അധിക ചെലവ്, ദൂര യാത്രകൾക്ക് വേണ്ടി അധിക ചെലവ് ഉണ്ടാകുവാനിടയുള്ളത് കൊണ്ട് തൽക്കാലത്തേക്ക് ഈ ഒരു വർഷം ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ജന്മനാട്ടിൽ വന്നു പോകുക എന്നത് ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പരിമിതികളൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിനും സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും വഴിയൊരുക്കുവാനിടവരും. പൊതുവെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ആശ്വാസകരമായിട്ടും മംഗളകരമായിട്ടും ചെയ്തു തീർക്കുവാനുള്ള അവസരം അനിഴ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ യോഗമുണ്ട്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ച് ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ മിക്ക വിദ്യാർത്ഥികൾക്കും വിജയശതമാനം വർദ്ധിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും അതിലുപരി ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനും ഇടയുണ്ട്. പരോപകാരം ചെയ്യുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിലവസരം വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിൽ ജന്മനാട്ടിൽ വന്നു പോകുവാനായിട്ട് അന്തിമ നിമിഷത്തിൽ അവധി ലഭിക്കുവാനിടയുണ്ട്. പ്രത്യുപകാരം ചെയ്യുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തു തീർത്ത് ചിങ്ങമാസത്തിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ തീരുമാനിക്കുവാനും പണികളെല്ലാം ദ്രുതഗതിയിലാക്കുവാനും ഇടയുണ്ട്. ഉദ്യോഗം ഉപേക്ഷിച്ച് വ്യാപാര വിപണന വിതരണ മേഖലയിൽ ഏർപ്പെട്ടാലോ എന്ന പല തോന്നലുകളും ഉണ്ടാകുമെങ്കിലും ജീവിത പങ്കാളിയുടെ നിർബന്ധത്താൽ ഉദ്യോഗത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ ഇടയുണ്ട്. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളെ അതിജീവിക്കുവാനായിട്ട് സുതാര്യതയുള്ള സമീപനം ഉപോത്ബലകമായിത്തീരും. സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വ സ്ഥാനം വഹിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി കടം വാങ്ങുവാനുള്ള സാഹചര്യത്തിൽ നിന്നും പിന്മാറുവാനുള്ള സാധ്യത കാണുന്നു. പാർശ്വഫലങ്ങളുള്ള മരുന്നുകളെല്ലാം ഒഴിവാക്കി പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കുവാനും പ്രാണായാമം, യോഗ തുടങ്ങിയവ പരിശീലിക്കുവാനും തീരുമാനിക്കും. ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായുള്ള സഹായം ചെയ്യുവാനിടയുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കും. ധാർമ്മികമായിട്ടുള്ള ചിന്തകൾക്ക് ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം എല്ലാ മേഖലകളിലും വന്നു ചേരുവാൻ ഇടയുണ്ട്. ഭക്തി ശ്രദ്ധാപുരസ്സരം ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനിടവരും. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. പുതിയ ധ്രുവീകരണം, വ്യാപാര മേഖല ധ്രുവീകരണം എന്ന നിലയിൽ പുതിയ ഭരണ പരിഷ്കാരം ആവിഷ്കരിക്കുവാനിടയുണ്ട്. എന്നാൽ പലർക്കും അതിനൊരു പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് അവരെ മറ്റ് സ്ഥാപനങ്ങളിൽ പരിശീലനത്തിന് വേണ്ടി പറഞ്ഞയക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വ്യവഹാര വിജയത്താൽ അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും. ബാഹ്യപ്രേരണകളെ അതിജീവിച്ചും കൊണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും അതിലുപരി ആത്മാഭിമാനത്തിനും യോഗം കാണുന്നതുമുണ്ട്. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിലേർപ്പെടുവാനും
പുതിയ കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാനും ഇടവരും. ഒരു പക്ഷേ ഒരു കർഷകൻ്റെ സഹായ സഹകരണവും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ദുശീലങ്ങൾ ഉപേക്ഷിക്കേണ്ടതായി വരും. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ദേഹസംരക്ഷണത്തിനായിക്കൊണ്ട് ഭക്ഷണ ക്രമീകരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചില കാര്യങ്ങളെല്ലാം സഹപ്രവർത്തകരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കും. പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുവാനായിട്ട് സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കിക്കൊണ്ട് തത്തുല്യമായിട്ടുള്ള ജോലിക്കാരെ നിയമിച്ചും കൊണ്ട് വിപുലീകരിക്കുവാൻ സാധിക്കും. അവതരണ ശൈലിയിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുവാൻ സാധ്യത കാണുന്നു. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. മക്കളുടെ പല ആവശ്യങ്ങൾക്കുമായിട്ട് യാത്രകൾ വേണ്ടിവരും. മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അവസരം വന്നു ചേരും. അസുലഭ നിമിഷങ്ങളെ അനിർവചനീയമാക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വിദേശത്ത് താമസിക്കുന്ന പലർക്കും സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ മറ്റു രാഷ്ട്രങ്ങളിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറുവാൻ ഇടയുണ്ട്. ബന്ധുമിത്രാദികളുടെ അകാല വിയോഗം മനോവിഷമത്തിന് വഴിയൊരുക്കുമെങ്കിൽ പോലും പ്രകൃതി നിയമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും വയറിൻ്റെ അസുഖങ്ങളെ കൊണ്ട് ഉറക്കക്കുറവ് അനുഭവപ്പെടുവാനിടയുള്ളത് കൊണ്ട് വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തുമെങ്കിൽ പോലും ഒരുപക്ഷെ ജീവിതശൈലി രോഗങ്ങളെ കൊണ്ടായിരിക്കാം ഇങ്ങനെ അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണമുള്ള ചികിത്സാ രീതികൾ അവലംബിക്കുവാനും ഇടയുണ്ട്. ഇതാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ജൂലൈ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. നമസ്കാരം.